കുട്ടനാട് പാക്കേജ് നടപ്പിലാക്കിയതിലെ പിഴവുകൾ നേരിൽ കാണാനാണ് മന്ത്രി എത്തിയത്. പദ്ധതിയുടെ ഭാഗമായി നടന്ന ബണ്ട് നിർമ്മാണത്തിലെ പിഴവ് മന്ത്രിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടു. പിഴവ് വരുത്തിയ കരാറുകാർക്ക് പണം നൽകില്ലെന്ന് മന്ത്രി പറഞ്ഞു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിക്കുകയും നൂറുകണക്കിന് വീടുകൾ വെള്ളത്തിലാവുകയും ചെയ്ത ഒരു സാഹചര്യവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. താൽക്കാലികമായി നിലച്ച കുട്ടനാട് പാക്കേജിന്റെ പുനരുജ്ജീവനത്തിന് പുതിയ പദ്ധതി തയ്യാറാക്കി പ്രധാനമന്ത്രിയെ കാണും. പദ്ധതിയിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കും. കുട്ടനാട് പാക്കേജ് സംബന്ധിച്ച ഉന്നതതല യോഗങ്ങൾ വേഗത്തിൽ വിളിച്ചു ചേർക്കുമെന്നും മന്ത്രി പറഞ്ഞു. കുട്ടനാട് പാക്കേജിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി കൂടി ഉന്നതാധികാര സമിതിയുണ്ട്. പ്രോസ്പെരിറ്റി കൗൺസിൽ ഉണ്ട്, പിന്നെ വേറൊരു കമ്മിറ്റി കൂടി ഉണ്ട്. ഈ രണ്ട് കമ്മിറ്റികൾ അടിയന്തരമായിട്ട് വിളിച്ചുകൂട്ടി ഇതിനുള്ളൊരു പരിഹാര മാർഗം കാണണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നെൽകർഷകരുടെ സംഭരണ കുടിശ്ശിക ഉടൻ കൊടുത്തു തീർക്കും. അടുത്ത വർഷം മുതൽ സംഭരണ കുടിശ്ശിക വരാതിരിക്കാൻ സഹകരണ ബാങ്കുകളുടെ സഹായം തേടുമെന്നും മന്ത്രി സുനിൽകുമാർ പറഞ്ഞു. കുട്ടനാട് MLA തോമസ് ചാണ്ടി, കളക്ടർ R ഗിരിജ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. യു ഷൈജു, മീഡിയ 1, ആലപ്പുഴ.